Hi friends, Assalamu alaikum. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ലിവിംഗ് റൂം ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു DIY ആണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു 30 സെൻറ്റിമീറ്റർ ഉള്ള ഒരു കണ്ണാടി വെക്കുക. എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് അതിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നന്നായി അടിച്ചു കൊടുക്കുക. ഇത് കുറച്ച് ആദ്യം തന്നെ അടിച്ചു വെക്കുന്നത് നന്നാവും. എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടണം. ആ സമയത്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം. കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് പീസിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ സ്കെയിലോ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ കറക്റ്റ് അളവ് എടുത്തിട്ട് വരച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ഓരോ സ്റ്റിക്കും കറക്റ്റ് അളവിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഗമ്മാണിത്. ഇനി നമുക്ക് പതുക്കെ ഒട്ടിച്ചു കൊടുക്കാൻ തുടങ്ങാം. അങ്ങനെ എല്ലാ ഭാഗവും അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്യുക. നമ്മൾ ആദ്യം വെച്ച സ്റ്റിക്കിൽ നിന്നും ഒരു 5 സെൻറ്റിമീറ്റർ പൊന്തിച്ചിട്ടാണ് നെക്സ്റ്റ് ലൈനിലുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിക്കുകളെല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് അതിൻ്റെ നടുക്ക് നമ്മൾക്ക് ഒരു കണ്ണാടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി ആദ്യം തന്നെ ഈ ഗമ്മ് നന്നായി ഒഴിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അത് നന്നായി അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പറഞ്ഞു പോരും. അപ്പോൾ ഗ്ലാസ്സിലും കൂടെ നമ്മൾ ഗമ്മ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം അതിൻ്റെ മുകളിൽ വെച്ചാലും മതി. എന്ന് വെച്ചാൽ അത് ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് ടൈപ്പിലുള്ള സീക്വൻസുകൾ വേണം. അതായത് ഒരു 50 പൈസൻ്റെ വലിപ്പമുള്ളതും ഒരു 25 പൈസൻ്റെ വലിപ്പമുള്ളതുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം.
അതിനനുസരിച്ച് നമ്മൾ ആദ്യം ഒന്നിടവിട്ടിട്ടാണ് വെച്ചത്, അതിൻ്റെ നെക്സ്റ്റ് ലെവലിൽ ഒരു 5 സെൻറ്റിമീറ്റർ താത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ വലിയ സീക്വൻസ് എടുത്തിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സീക്വൻസ് എല്ലാം നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി നമുക്ക് മിററിൻ്റെ സൈഡിലൂടെ സീക്വൻസ് ഒട്ടിച്ചു കൊടുക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ചെറിയതാണ്, ഗോൾഡൻ കളർ സീക്വൻസ് ആണ്. പിന്നെ ഒട്ടിക്കുന്നത് സിലിക്കോൺ ഗം ഉപയോഗിച്ചിട്ടാണ്. സൈഡിലൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം, ചുമരിൽ നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ വോളിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.